വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഠനത്തിലോട്ട് തിരിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഓണം പോലെയല്ല, ഓണം മൂടും പായസം മൂടും പപ്പടം മൂടൊക്കെ അങ്ങ് മാറും. അപ്പോൾ പഠനത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് മറികടക്കാം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 കറണ്ട് അഫേഴ്സ് നോക്കാം. അപ്പോൾ ഈ വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ വരാനുണ്ട്. അതുപോലെ തന്നെ നവംബറിൽ HSA സോഷ്യൽ സയൻസിൻ്റെ എക്സാമുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള പരീക്ഷകളിൽ കറണ്ട് അഫേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബാറ്ററി മാലിന്യവും ഈ മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1500 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ആരാണ്? കേന്ദ്ര മന്ത്രിസഭയാണ് ബാറ്ററി മാലിന്യവും ഈ മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1500 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിക്ക് തുടക്കമിട്ടത്. അടുത്ത ചോദ്യം, തുടർച്ചയായ 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്. തുടർച്ചയായ 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം IIT മദ്രാസ് ആണ്. NIRFിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് വർഷം തോറും NIRF അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നത്. ഐക്യരാഷ്ട്രസഭ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്രസഭ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയതാരാണ്? ലോകാരോഗ്യ സംഘടന. അടുത്ത ചോദ്യം, UK ഏത് നഗരത്തിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്? ലിവർപൂളിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത്. അടുത്ത ചോദ്യം, അധിനിവേശ സെന്ന സ്പെക്ടബിലിസിനെ ആദ്യമായി ഉന്മൂലനം ചെയ്യുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അധിനിവേശ സെന്ന സ്പെക്ടബിലിസിനെ ആദ്യമായി ഉന്മൂലനം ചെയ്യുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. സെന്ന സ്പെക്ടബിലിസ് എന്ന് പറയുന്നത് ഒരു അധിനിവേശ സസ്യമാണ്. നീലഗിരി കുന്നുകളിലും മുതുമല കടുവ സംരക്ഷണ കേന്ദ്രം പോലുള്ള പ്രദേശങ്ങളിലാണ് ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിനെ ഉന്മൂലനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേഗത്തിലുള്ള വ്യാപനം, അതുപോലെ തന്നെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ അതിൻ്റെ ഗണ്യമായിട്ടുള്ള പ്രതികൂല സ്വാധീനം കാരണമാണ് ഈ സസ്യത്തെ ഉന്മൂലനം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന PSCകളുമായി മികച്ച രീതികൾ പങ്കിടുന്നതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥാപനം ഏതാണ്? UPSC. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ എത്ര നികുതി സ്ലാബുകളാക്കിയാണ് സ്ലാബുകളെ ലളിതമാക്കിയിരിക്കുന്നത്? 5%, 18%. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൈകോർക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? ടാറ്റയും മെർക്കുമാണ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൈകോർക്കുന്ന കമ്പനികൾ.